ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്കി എവിടെ ഇത് പടം തൂക്കിയില്ലെങ്കിലും തമിഴ്നാട്ടിൽ ഈ പടം അടിച്ച് തൂക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അത്ര അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പുള്ളി ഒരു ഫാൻ ബോയാണ്. അപ്പം അതിൻ്റെ ഫുൾ ഒരു ട്രീറ്റിൽ അജിത്തിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല എനർജിയാണ്. ഉണ്ട്. തലയുടെ വളയടം തന്നെയാണ്. ഫാൻ ബോയ്, പക്ക ഫാൻ ബോയ് പടം. മാസാണ്, ഓവർ ലൗഡാണ്. കാരണം നമുക്ക് ചിലതൊന്നും നോ ലോജിക്കൊന്നുമില്ല. അതായത് പുള്ളിയുടെ തന്നെ നമ്മളിപ്പോൾ പറയില്ല, ഒരാളുടെ ബർത്ത്ഡേക്ക് നമ്മളൊരു മാഷപ്പ് കണ്ട പോലെ ഇരിക്കും. പഴയ കുറേ സാധനം എടുത്തിട്ട് ഇപ്പോഴത്തെ ഒറിജിനൽ ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞാൽ പുള്ളി ആ റെഫറൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പടം രസമാണ്. അതായത് നിങ്ങൾക്ക് അജിത്തിനെ ഇഷ്ടമാണ്, ഇപ്പം പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കണക്റ്റ് ആവും. ഇപ്പോൾ ദീനയിലെ ഡയലോഗ്, ബില്ലയിലെ ഡയലോഗ്, അമർക്കളത്തിലെ ഡയലോഗ്, ആ ഒരു ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നിട്ട് പുള്ളിയുടെ ഒരു ഫാൻ ട്രിബ്യൂട്ടാണ് പടം. തൃശ്ശ കൊള്ളാം. പക്ഷേ നമുക്ക് ഈ സിനിമ മൊത്തം കണ്ടു കഴിഞ്ഞാൽ അജിത്തിനെ മാത്രമേ പറയാനുള്ളൂ, വേറെ ആരെയും നമുക്ക് എടുത്ത് പറയാനില്ല. മേക്കിംഗ് കൊള്ളാം. സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ പറയില്ല, ഈ ഓവർ ലൗഡ്നെസ് കൂടിയിട്ടുണ്ട്. അതായത് പുള്ളി അങ്ങ് ക്രേസി ആയിട്ടാണ് എടുത്തേക്കണം. നമുക്ക് രസമാണ്. അതായത് ഒരു വേറെ ഒന്നും ആലോചിക്കാതെ അജിത്തിന് കുറേ എനർജറ്റിക് പെർഫോമൻസ് കാണാം. കുറേ നാളിന് ശേഷം അയാളുടെ ഒരു പഴയ ഒരു ലുക്ക് ഇതിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വേറെ ഒന്നും അല്ല എടുത്തിരിക്കണം. അയാൾ തന്നെ ആ റോളിലോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ബോക്സ് ഓഫീസ് ബാക്കിയുള്ള സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇതിന് പറ്റിയ സ്ഥലം തമിഴ്നാട്. ഇവിടെ തന്നെ കിടില റെസ്പോൺസ് ആയിരുന്നു. കുറേ അജിത് ഫാൻസുകളുണ്ടായിരുന്നു. ഫാൻസുകാർക്കൊരു ട്രിബ്യൂട്ടാണ്. ബാക്കി ഫാമിലി സെൻറ്റിമെൻറ്റ്സിന് വേണ്ടി കുറേ ഇമോഷനും എല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും അങ്ങനെ വർക്കൗട്ട് ആയിട്ടില്ല. കംപ്ലീറ്റ്ലി അജിത്തിൻ്റെ ഫാൻസിന് ട്രീറ്റാണ് പടം. പ്യുവർ ഫാൻ ബോയ് പടം. അതിൽ 100% അയാളെ സിനിമാറ്റിക് ലിബർട്ടി മൊത്തം എടുത്തിട്ടുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.